LJFC അല്ലേ 3 പോയിന്റ് ഈസി ആയിട്ട് അടിക്കാം എന്ന് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ അടിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഓരോ റയൽ മാഡ്രിഡ് ഫാൻസും ശരിക്കും ഞെട്ടിപ്പോയി ആ സമനില കണ്ടിട്ട് എന്നുള്ളതാണ് കേട്ടോ. ഞാനടക്കം ഞെട്ടിപ്പോയി. കാര്യം ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു റയൽ മാഡ്രിഡിനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അവസാനം ഒരു 20 മിനിറ്റ് അല്ലാതെ സത്യത്തിൽ അതിന് മുന്നേയൊക്കെ ഭയങ്കര ഉറക്കം തൂങ്ങിയ ഒരു റയലിനെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി നിങ്ങളുടെ അഭിപ്രായമാണ്. എന്തായാലും ഞാൻ ഇതിലെ 3 പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത് ഈ മാച്ചിനെ പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കണം. ഒന്നാമത്തെ പോയിന്റ്, ബാഴ്സലോണയും റയലും തമ്മിൽ ചെറിയ പോയിന്റ് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാച്ച് വിൻ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബിൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ 3 പോയിന്റിന് പകരം ആ 2 പോയിന്റ് നിങ്ങളെടുത്തോ, 1 പോയിന്റ് മതിയേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ കളിക്കുന്ന പോലെ പേഴ്സണലി എനിക്ക് തോന്നി. ആൻഡ് രണ്ടാമത്തെ കാര്യം, പല മീഡിയാസിലും പറയുന്നത് കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റാർസിൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം. അത് നമ്മൾ വീഡിയോ ചെയ്യരുത്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, അതൊക്കെ പല മീഡിയാസിലും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നതല്ലേ എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്നലത്തെ മാച്ചിലേക്ക് വരുമ്പോഴായാലും എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒന്ന് ചീഞ്ഞ് നാറുന്നത് പോലെ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അതോടൊപ്പം ഒരു എക്സ് ബാഴ്സലോണ പ്ലെയറിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പുള്ളി MVP ആയതും ആ മാച്ചിൻ്റെത് എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഫ്ലോറന്റീനോ പെരസ് ബാഴ്സലോണയ്ക്കെതിരെയും റഫറിമാർക്കെതിരെയും ഒക്കെ കാര്യമായിട്ട് പ്രസംഗിച്ചിരിക്കുമ്പോഴാണ് ആ റയൽ മാഡ്രിഡിന്റെ 2ാമത്തെ ഗോളിലെ വിവാദം ഉണ്ടാവുന്നത്. സംഭവം അതിനകത്ത് ഉള്ള സാധനത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗോളിന് മുമ്പായിട്ട് നമ്മുടെ ഗോൾ കീപ്പറിന് ആ മാച്ചിൽ ദ വെരി ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഗോൾ കീപ്പറിനെ മോന്ത ഇടിച്ച് പൊളിച്ച നമ്മുടെ വിനീഷ്യസ് ജൂനിയർ നൈസായിട്ട് പൊളിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് ഒരു ഗോൾ വീഴുന്നു. സ്വാഭാവികമായിട്ട് അത് ഗോൾ കൊടുക്കേണ്ടതല്ലേ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും അത് കറക്റ്റ് ടൈമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറന്റീനോ പെരസ് റഫറിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുന്നു, അതിന് തൊട്ട് പുറകെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നു. സബാഷ്, എല്ലാം ശുഭം എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു പേഴ്സണലി ഇതുപോലുള്ള മിസ്റ്റേക്കുകളെല്ലാം മാച്ചുകൾ ഉണ്ടാവാറുള്ളതാണ്. അതിപ്പോൾ റയലിൻ്റെ സൈഡിലേക്ക് ആയാലും ശരി, ബാഴ്സയുടെ സൈഡിലേക്ക് ആണെങ്കിലും ശരി. ലാലീഗയിലെ റഫറിങ് അത്രമാത്രം അടിപൊളിയല്ല എന്നുള്ള അഭിപ്രായം ലാലീഗ റെഗുലറായിട്ട് കാണുന്ന ആർക്കും, അതിപ്പോൾ ബാഴ്സയുടെ മാച്ചിൽ മാത്രമല്ല എല്ലാ മാച്ചും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു മാച്ചിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ചിൽ കുപ്പിച്ചിൽ.